ഈശോയ്ക്കേറെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുന്ന സമയമാണിത്. കർത്താവും നമ്മളും മാത്രമായുള്ള ഒരനുഭവത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ദൈവഭാഷയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് നമുക്കറിയാം. ദൈവം നമ്മളോട് സംസാരിക്കുന്ന ഭാഷ നമ്മൾ വചനത്തിലൂടെ ശ്രവിക്കുന്നു. നമ്മുടെ ഭാഷ പലപ്പോഴും സ്തുതിയുടെയും പ്രാർത്ഥനയുടെയും ഭാഷയാണ്. നമുക്കതുകൊണ്ട് പ്രാർത്ഥനയ്ക്കായിട്ടൊരുങ്ങാം. ഹൃദയം കർത്താവിലേക്ക് ഉയർത്തുവിൻ. ഓരോ വിശുദ്ധ ബലിയിലും നമ്മൾ കേൾക്കുന്ന ആഹ്വാനം അതാണ്. ഹൃദയം കർത്താവിലേക്ക് ഉയർത്തണം. പ്രാർത്ഥനയുടെ വേദി അധരമല്ല, ഹൃദയമാണ്. ഹൃദയം കൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതുകൊണ്ട് ഹൃദയം ശാന്തമാക്കി നമുക്ക് ഈശോയുടെ തിരുമുമ്പിൽ ഇരിക്കാം. നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്ന ഈശോയെ സ്വാഗതം ചെയ്തുകൊണ്ട് സന്തോഷത്തോടുകൂടി നമുക്ക് ഈ ആരാധനയിലേക്ക് പ്രവേശിക്കാം. ഒത്തിരി നിയോഗങ്ങൾ നമ്മുടെ മനസ്സിൽ കാണും. നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാ നിയോഗങ്ങളെയും നമ്മൾ കർത്താവിൻ്റെ പാദത്തിൽ വയ്ക്കുന്നു. അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെ, നമ്മളായിരിക്കുന്ന ഇടങ്ങളെ, നമ്മുടെ അധ്വാനങ്ങളെ, നമ്മുടെ ജോലികളെ, നമ്മൾ നേരിടുന്ന പ്രതിസന്ധികളെ, പ്രശ്നങ്ങളെ, മറ്റുള്ളവരെക്കുറിച്ചുള്ള നമ്മുടെ ആകുലതകളെ എല്ലാം നമുക്ക് തമ്പുരാൻ്റെ തിരുമുമ്പിൽ ഇപ്പോൾ സമർപ്പിക്കാം. ഒന്നും പ്രാർത്ഥിക്കേണ്ട, എല്ലാം അങ്ങ് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. കർത്താവ് അത് കാണുന്നു. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളതെല്ലാം അവൻ തരും. എല്ലാം ഉയർത്താം. നമുക്ക് ഹൃദയത്തിൽ വെച്ച് കർത്താവിൻ്റെ പാദങ്ങളിലേക്ക് ഉയർത്താം. സങ്കീർത്തനം 34:18. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. അതുകൊണ്ട് അവൻ്റെ സാമീപ്യം നമുക്ക് അനുഭവിച്ചറിയാം. അത് ഈ വിശുദ്ധ കുർബാനയിലൂടെയാണ് നമുക്ക് ലഭിക്കുക. നമുക്ക് ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ സ്തുതികളും ഗാനങ്ങളും പ്രാർത്ഥനകളുമെല്ലാം നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ഇനിയുള്ള സമയം വലിയ നിശബ്ദതയുടെ സമയമാക്കി നമുക്ക് മാറ്റാം. പ്രാർത്ഥന സമയമാക്കി നമുക്ക് മാറ്റാം. നമുക്ക് ഈശോയെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരാം. ഓ നാഥ സ്തോത്രം, ഓ നാഥ നന്ദി, ഓ നാഥ ആരാധന, 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 ഓ നാഥ ആരാധന, 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 ഓ നാഥ ആരാധന, ഓ നാഥ സ്തോത്രം, ഓ നാഥ നന്ദി, ഓ നാഥ ആരാധന, 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 ഓ നാഥ ആരാധന, 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 ഓ നാഥ ആരാധന. യോബിൻ്റെ പുസ്തകം 11:13. ഹൃദയത്തെ ദൈവത്തിൽ ഉറപ്പിച്ച് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക. ഹൃദയത്തെ ദൈവത്തിൽ ഉറപ്പിച്ച് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ രണ്ട് കരങ്ങളും
കർത്താവിന് ഒരു ഉയർത്തിപ്പിടിക്കാം. ഹൃദയം കർത്താവിലേക്ക് ഉയരട്ടെ. ഓരോ വിശുദ്ധ ബലിയിലും ആ പ്രാർത്ഥനയാണ്, ആഹ്വാനമാണ് നമുക്ക് ലഭിക്കുക. ഹൃദയം കർത്താവിലേക്ക് ഉയരട്ടെ. നമ്മുടെ ഹൃദയങ്ങൾ കർത്താവിലേക്ക് വരുന്നതിൻ്റെ അടയാളമായി രണ്ട് കരങ്ങളും തുറന്നു പിടിച്ച് കർത്താവിലേക്ക് ഉയർത്തി നമ്മുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്ന നമ്മുടെ കർത്താവിനെ സകല മാലാഖമാരോടും വിശുദ്ധരോടും കൂടി നമുക്ക് ഏറ്റുപറഞ്ഞ് സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്താം. നമുക്ക് സ്തുതിക്കാം. ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. കർത്താവ്, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ദൈവമേ സ്തോത്രം, ദൈവമേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സകല മാലാഖമാരോടും സകല വിശുദ്ധരോടും ഞങ്ങൾ അങ്ങേ സ്തുതി. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, ആരാധന, ആരാധന. സ്തോത്രം, സ്തോത്രം, ആരാധന, ആരാധന, ആരാധന. കർത്താവേ നിനക്ക് ആരാധന, ഈശോയെ നമുക്ക് ആരാധന, ഈശോയെ ആരാധനക്ക് ആരാധന. സങ്കീർത്തനം 34:18 വീണ്ടും നമ്മൾ ഓർക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനസ്സുരുകിയവരെ അവൻ സഹായിക്കുന്നു. ഒരുപക്ഷെ നമ്മൾ ഈശോയുടെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ ഹൃദയം നുറുങ്ങിയ അനുഭവങ്ങൾ നമുക്ക് ധാരാളമുണ്ടാകാം. പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടന്നിട്ടില്ല, പ്രാർത്ഥിച്ചതുപോലെ ലഭിച്ചിട്ടില്ല. പരാജയങ്ങളുടെ നീണ്ട പട്ടിക നമ്മൾ കാണും. അങ്ങനെ നിരാശയും ദുഃഖവുമൊക്കെ നിറഞ്ഞ ഒരുപാട് മനുഷ്യരുണ്ട്. നമ്മളും അവരിൽ ചിലരൊക്കെ ആവാം. അതുകൊണ്ടാണ് അവൻ്റെ സാമീപ്യം നമുക്ക് വിലപ്പെട്ടതായി തീരുക. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. നമുക്ക് ഈ ആരാധനാ സമയം നിരാശയിലും ദുഃഖത്തിലും, അത് രോഗം കൊണ്ടാകാം, ജീവിതത്തിലെ തകർച്ചകൾ കൊണ്ടാവാം, കുടുംബം തകർന്നത് കൊണ്ടാവാം, അങ്ങനെ പലവിധ കാരണങ്ങളാൽ ഹൃദയം തകർന്ന നമ്മുടെ സഹോദരങ്ങളെയെല്ലാം നമുക്ക് കർത്താവിന് സമർപ്പിച്ച് മനമൊരുക്കി നടക്കുന്ന അങ്ങനെയുള്ള വ്യക്തികളെയെല്ലാം അനുഗ്രഹിക്കാൻ, അവരുടെ പ്രശ്നങ്ങളിലേക്ക് സമീപസ്ഥനായ കർത്താവ് കടന്നു വരാൻ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും അങ്ങനെയുള്ളവർക്ക് വേണ്ടി, കർത്താവിനെ ഒരുപക്ഷെ സ്തുതിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടി അവർക്കെല്ലാവർക്കും വീണ്ടും കരങ്ങൾ ഉയർത്തി ഈശോയ്ക്ക് സ്തുതി പറയാം. ഈശോയെ സ്തുതി, ഈശോയെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ സ്തുതി, കർത്താവേ സ്തുതി, കർത്താവേ സ്തുതി. കർത്താവേ നന്ദി, ദൈവമേ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. കർത്താവേ സ്തുതി, ദൈവമേ സ്തുതി. എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ അങ്ങേ സ്തുതി. സകലർക്കും പകരമായി ഹൃദയം തകർന്ന നുറുങ്ങി എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ അങ്ങേ സ്തുതി. തകർച്ച അനുഭവിക്കുന്ന എല്ലാ വ്യക്തികൾക്കും വേണ്ടി ഈശോയെ ആരാധന, ഈശോയെ സ്തുതി, ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ. മത്തായിയുടെ സുവിശേഷം 11:28. ഹൃദയം തകർന്ന് എല്ലാവരും എൻ്റെ പക്കൽ വാ. കർത്താവിൻ്റെ വലിയൊരു ക്ഷണം നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ നോക്കിയിട്ടാണ് അവൻ നമ്മളെ ക്ഷണിക്കുക. ഹൃദയം തകർന്നവരെ, നിങ്ങളെല്ലാവരും എൻ്റെ പക്കൽ വാ. വേറെ ആരെങ്കിലും ഈ ഭൂമിയിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ നമ്മുടെ ദുഃഖങ്ങളുടെ സമയത്ത് എൻ്റെ പക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്? മറ്റുള്ളവരൊക്കെ നമ്മുടെ ദുഃഖത്തിൽ ഒറ്റപ്പെടുത്തി ഒഴിവാക്കിയിട്ടല്ലേ ഉള്ളൂ. അവൻ നോക്കുന്നു നമ്മുടെ ഹൃദയങ്ങളിലേക്ക്. എവിടെ ഭാരപ്പെട്ട ഹൃദയമുണ്ടോ അവൻ ആ ഭാരങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഈ കർത്താവ് നമുക്കുള്ളതായിട്ട് പലപ്പോഴും നമ്മൾ ഓർക്കാറില്ല. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ നിരാശരും ദുഃഖിതരുമായി മാറുകയാണ്. അല്ല പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവുണ്ട് നമ്മുടെ മധ്യേ. അവൻ സമീപസ്ഥനാണ്. ഹൃദയം തകർന്ന് എല്ലാവരെയും, ഹൃദയഭാരമുള്ളവർ എല്ലാവരെയും ആശ്വസിപ്പിക്കുവാനും അവൻ ഭാരങ്ങൾ ഏറ്റെടുക്കാനും വരെ തയ്യാറാണ്. നമുക്കറിയാം, നമ്മുടെ ഹൃദയത്തിന് 4 അറകളുണ്ടെന്ന് നമ്മൾ പറയാറില്ലേ? ശാസ്ത്രീയമായി പഠിക്കുമ്പോൾ 4 അറകളുള്ള ഹൃദയത്തിൽ പലതും കടന്നുകൂടിയിട്ടുണ്ടാവാം. മറ്റാരോടും പറയാത്ത കുറേ രഹസ്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നുണ്ട്. പറയില്ല, പറയാൻ നമുക്ക് ധൈര്യമില്ല. അതുകൊണ്ടാണ് ദാവീദ് 25-ാമത്തെ സങ്കീർത്തനത്തിലെ 7-ാമത്തെ വാക്യത്തിൽ എൻ്റെ രഹസ്യപാപങ്ങളെ കർത്താവെ നീ അറിയുന്നു എന്ന് പറയുന്നു. ആരോടും വെളിപ്പെടുത്താത്ത രഹസ്യമായ തെറ്റുകളും കുറ്റങ്ങളുമൊക്കെ ഉള്ളതുകൊണ്ട് ഭാരപ്പെട്ട് മനസ്സുമായി ഹൃദയവുമായി ജീവിക്കുന്ന ആളുകളില്ലേ?
നമ്മൾ അങ്ങനെയുള്ളവരാണെങ്കിൽ മടിക്കണ്ട, അവൻ്റെ മുമ്പിൽ ഹൃദയം തുറന്നാൽ മതി. അവൻ നമ്മുടെ ഭാരങ്ങൾ ഏറ്റെടുക്കും. അതുകൊണ്ടാണ് ലൂക്കാശ വിശേഷകൻ 23:45 എഴുതപ്പെട്ടിരിക്കുന്നത്, അവൻ അവരുടെ ഹൃദയങ്ങളെ തുറന്നു എന്ന്. കർത്താവിന് മാത്രമേ നമ്മുടെ ഹൃദയ രഹസ്യങ്ങൾ അറിയാൻ സാധിക്കൂ. അവൻ നമ്മുടെ ഹൃദയം കാണുന്നവന്. അതുകൊണ്ട് അവരിൽ നിന്ന് മറയ്ക്കപ്പെടുന്ന ഒന്നും നമുക്കില്ലാത്തതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിലെ ഭാരപ്പെട്ട കാര്യങ്ങൾ, അത് കുറ്റബോധം കൊണ്ടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും തെറ്റ് ചെയ്തു പോയി എന്നതിൻ്റെ വേദനിക്കുന്ന അനുഭവമാകാം, അല്ലെങ്കിൽ മറ്റുള്ളവർ നമുക്ക് നൽകിയ ചില മുറിവുകൾ വേദനിക്കുന്ന അനുഭവങ്ങളാകാം. നമ്മുടെ തന്നെ തെറ്റുകൾ നമുക്ക് നൽകുന്ന കുറ്റബോധത്തിൻ്റെ വേദനിക്കുന്ന മുറിവുകളാവാം. നമ്മൾ ആർക്കും തുറക്കാത്ത നമ്മുടെ ഹൃദയത്തിൻ്റെ അറകളൊക്കെ എന്തുകൊണ്ട് ഈശോയുടെ മുമ്പിൽ തുറന്നുകൂടാ? തുറന്നു കഴിയുമ്പോഴവൻ നമ്മുടെ ഹൃദയഭാരങ്ങൾ ഏറ്റെടുക്കും. നമ്മുടെ ഹൃദയത്തെ അവൻ വിശുദ്ധീകരിക്കും. നമ്മുടെ കൂടാരങ്ങളിലേക്ക് അവൻ ഇറങ്ങി വരട്ടെ. നമ്മുടെ ഹൃദയമാകുന്ന കൂടാരങ്ങളിലേക്ക് അവൻ ഇറങ്ങി വരട്ടെ. നമുക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ താക്കോൽ ഈശോയെ ഏൽപ്പിക്കാം. അവൻ തുറന്ന് അകത്ത് വന്നു കഴിയുമ്പോൾ വലിയ വിടുതലിൻ്റെ സന്തോഷത്തിൻ്റെ അനുഭവം നമുക്ക് നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാവും എന്ന് നമുക്ക് തിരിച്ചറിയാം. നമുക്ക് ഓർമ്മിക്കാം, പലതരം വേദനകൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ എല്ലാം കൊണ്ട് നമ്മുടെ ഹൃദയം അസ്വസ്ഥമായി ഇരിക്കുമ്പോഴും ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, നമുക്ക് ആവശ്യമായ നന്മകളൊക്കെ തരുന്നുവെന്ന് നമുക്കറിയാം. അതുകൊണ്ട് അവൻ്റെ മുമ്പിൽ നമ്മുടെ ഹൃദയം തുറന്നു വെച്ചുകൊണ്ട്, നമ്മുടെ ഹൃദയഭാരങ്ങളെല്ലാം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് വീണ്ടും കർത്താവിന് ആരാധനയും സ്തുതിയും പ്രവർത്തിക്കാൻ നമ്മുടെ മധ്യയുണ്ട്, നമ്മുടെ ഇടയിലുണ്ട്, നമ്മോട് കൂടെയുണ്ട്. ആ കർത്താവിനെ നമുക്ക് ഒരിക്കൽ കൂടി ആരാധ്യ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം, കർത്താവേ സ്തോത്രം, ദൈവമേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങൾക്ക് നൽകിയ എല്ലാ കൃപകളെയും ഓർത്ത് നന്ദി പറഞ്ഞു ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, കർത്താവേ നന്ദി, കർത്താവേ നന്ദി, കർത്താവേ സ്തുതി, ദൈവമേ ആരാധന, ദൈവമേ. ദൈവ സാന്നിധ്യമാണ് ഈ ആരാധനയുടെ കേന്ദ്രമെന്ന് പറയാൻ പറ്റും. അവൻ അകലങ്ങളിലെ അത്ഭുതമല്ല, അവൻ നമ്മളെക്കാളേറെ നമ്മളോട് അടുത്തിരിക്കുന്നവനാണ്. കർത്താവായ ഈശോ അകലങ്ങളിലല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയാണെന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് എപ്പോഴും സന്തോഷവും സമാധാനവും നമ്മുടെ പ്രശ്നങ്ങളിൽ നമുക്ക് പരിഹാരവുമായി തീരുന്നു. നമ്മുടെ ഹൃദയഭാരങ്ങൾ അറിയുന്നവനാണ് അവിടുന്ന്. എന്തുമാത്രം നമ്മുടെ ഹൃദയം ദൈവത്തിന് വേണ്ടി തുറക്കുന്നുവോ അത്രയും ശാന്തിയും സമാധാനവും നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരും. അടഞ്ഞുപോയ ഒരു ഹൃദയമാണോ നമുക്കുള്ളത്? ദൈവം വന്ന് മുട്ടി വിളിച്ചിട്ടും തുറക്കാത്ത അടയ്ക്കപ്പെട്ട ഹൃദയമാണോ നമുക്കുള്ളത്? നമ്മുടെ ഹൃദയം നമുക്കൊന്ന് തുറന്നു നോക്കാം. അതിനകത്ത് എന്തുമാത്രം ഈശോയുണ്ട്, അവൻ എന്തുമാത്രം നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം കൊടുത്തിരിക്കുന്നു അവന് എന്ന് നമ്മൾ ഓർക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഭാരങ്ങളല്ലേ അധികമുള്ളത്, വേദനയുടെ അനുഭവങ്ങളല്ലേ കൂടുതലുള്ളത്. അതെല്ലാം നമുക്ക് കർത്താവിനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സമയം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിലെ 7-ാമത്തെ അധ്യായം നമുക്ക് നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാം. 7-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഒരുപക്ഷേ നമ്മളൊക്കെ ഭയപ്പെട്ടു പോകും. ആന്തരികവും ബാഹ്യമായ വിശുദ്ധിയെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ 14-ാമത്തെ വാക്ക് മുതൽ നമ്മൾ ഓർക്കുകയാണ്. 7-ാമത്തെ അധ്യായം ഈ മനുഷ്യ ഹൃദയങ്ങളിൽ മനുഷ്യനറിയാത്ത ഒരുപാട് തിന്മകൾ കയറിക്കൂടിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് 14 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് നമ്മളോട് പറയുകയാണ്, ഒരു മനുഷ്യൻ അശുദ്ധനാകുന്നത് പുറമേ നിന്നല്ല, അകമേ കടന്നു വരുന്ന തിന്മകളുടെ ശക്തി കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കേൾക്കണം.
അവൻ നമ്മോട് പറയുന്ന ഈ വിധത്തിലാണ്: നിങ്ങളുടെ ഹൃദയമാണ് പ്രധാനപ്പെട്ടത്. ഈ ഹൃദയത്തിൽ നിന്ന് കടന്നു വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുക. എന്നിട്ട് നമുക്ക് കേൾക്കാം സഹോദരങ്ങളെ ആ തിരുവചന ഭാഗം. എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ്, മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്തകൾ, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നത്. 14 തിന്മകളെക്കുറിച്ചാണ് ഈശോ പറയുക. നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തർതലങ്ങളിലൊക്കെ തിന്മകൾ കടന്നു വരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. ചിലപ്പോൾ ചില തിന്മകൾ കടന്നു വന്നിട്ട് അതിൻ്റെ ശക്തി നമ്മളെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകും. അത് നമ്മളെ അശുദ്ധരാക്കും, തിന്മ ചെയ്യാൻ പ്രേരണയായി തീരുന്നു. ഹൃദയത്തിൽ നിന്നാണ് ഈ പ്രേരണ വരിക, കാരണം അവിടെ തിന്മ കിടപ്പുണ്ട്. യേശുക്രിസ്തു എല്ലാ പാപങ്ങളും തിന്മകളും നമ്മളെ രക്ഷിക്കാനായിട്ട് തൻ്റെ ജീവിതം ബലിയർപ്പിച്ചു എന്ന് തീത്തോസിൻ്റെ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അവൻ്റെ വിശുദ്ധ ബലിയാണ് നമ്മളെ വിശുദ്ധീകരിക്കുന്നത്. നമുക്കതുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്നും മോചിച്ച് വിശുദ്ധീകരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ സാന്നിധ്യം ഒരിക്കൽ കൂടെ അംഗീകരിച്ച് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ മുഴുവനും അങ്ങയുടെ കാലത്തിലേക്ക് വയ്ക്കുന്നു തമ്പുരാൻ. ഞങ്ങളുടെ മുഴങ്കാലുകൾ ഞങ്ങൾ മടക്കുന്നു. നീ കർത്താവാകും നിങ്ങൾ ഏറ്റുപറയുന്നു. നീ രക്ഷകനാണ് ഞങ്ങൾ അംഗീകരിച്ച് പറയുന്നു. ഓസ്തിയിൽ വാഴും ദൈവമേ, ഈ തിരുവോസ്തിയിൽ വാഴുന്ന ദൈവത്തെ മനസ്സിൽ കണ്ടുകൊണ്ട്, ഈശോയുടെ മുഖം മനസ്സിൽ കണ്ടുകൊണ്ട് എല്ലാ മുഴങ്കാലും മടങ്ങുന്നെങ്കിൽ നമുക്കും മുട്ടുമടക്കി മുഴങ്കാലും മുടക്കി അവിടുത്തെ ആരാധിച്ചുകൊണ്ട് ഏറ്റുപാടാം. ഓസ്തിയിൽ വാഴും ദൈവമേ, സ്നേഹത്തിൻ അവതാരമേ, ആത്മാവിൻ ഭോജനമേ, ആരാധനാപാത്രമേ, സ്നേഹത്തിൻ അവതാരമേ, ആത്മാവിൻ ഭോജനമേ, ആരാധനാപാത്രമേ, ആരാധനാപാത്രമേ. എല്ലാ നാമത്തിലും മേലായി ഞങ്ങൾ നിൻ തിരുനാമം വാഴ്ത്തിയിടുന്നു. നാമത്തിലും മേലായി ഞങ്ങൾ നിൻ തിരുനാമം വാഴ്ത്തിയിടുന്നു. എല്ലാ മുഴങ്കാലും മടങ്ങിയിടുന്നു നിൻ മുൻപിലാദരവോടെ. എല്ലാ മുഴങ്കാലും മടങ്ങിയിടുന്നു നിൻ മുൻപിലാദരവോടെ. ഓസ്തിയിൽ വാഴും ദൈവമേ, സ്നേഹത്തിൻ അവതാരമേ, ആത്മാവിൻ ഭോജനമേ, ആരാധനാപാത്രമേ, ആരാധനാപാത്രമേ. നമ്മുടെ കണ്ണുകളെ നമ്മുടെ തന്നെ ഹൃദയത്തിലേക്ക് നമുക്ക് തിരിക്കാം. ഹൃദയത്തിൻ്റെ ഉള്ളറയെ കാണാൻ, അന്തരംഗത്തെ കാണാൻ, ഉള്ളറകളിൽ എന്തെല്ലാം ഉണ്ടെന്ന് വിവേചിച്ചറിയാൻ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നോക്കാം.
അതിനകത്ത് ഒത്തിരി നന്മയുണ്ട്. അതിനൊക്കെ നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയണം. അതിനകത്ത് തിന്മകൾ കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ നന്മകൾ പോലും അപ്രത്യക്ഷമാകും. അതുകൊണ്ട് 2 കരങ്ങളും ഈശോയുടെ നേരെ നീട്ടിപ്പിടിച്ച് നമുക്കെല്ലാവർക്കും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. എല്ലാ തിന്മകളിൽ നിന്ന് വിമോചിതരായി തീരാൻ കർത്താവിനെ സ്തുതി പറഞ്ഞുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലാം. കർത്താവായ ഈശോയെ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈ തിരുവോസ്തിയിൽ സന്നിഹിതനാകുന്ന അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങ് ചൊരിഞ്ഞിട്ടുള്ള എല്ലാ നന്മകളെയും ഓർത്ത് ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. എല്ലാ കൃപകളെയും ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവായ ഈശോയെ, തിരുവചനത്തിലൂടെ ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയ തിന്മകളെ ഓർത്തുകൊണ്ട് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദുശ്ചിന്തകളിൽ നിന്നും ഞങ്ങളെ വിമോചിപ്പിക്കണമേ. എല്ലാ പാപശക്തികളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. പ്രത്യേകമായി ഈശോയെ, എല്ലാ വെറുപ്പിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും അസൂയയിൽ നിന്നും ദൂഷണത്തിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും ഞങ്ങളുടെ ഹൃദയങ്ങളെ ഈശോയെ വിടിപ്പിക്കണമേ. ഈശോയെ വിടിപ്പിക്കണമേ. ഞങ്ങളെ എല്ലാവരെയും ഞങ്ങളുടെ ഹൃദയങ്ങളെയും അങ്ങ് വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ സിംഹാസനമായ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഈശോയെ എല്ലാ തരത്തിലുമുള്ള തിന്മകളിൽ നിന്ന് വിമോചിപ്പിച്ച് അങ്ങയുടെ കൃപകളാലും അനുഗ്രഹങ്ങളാലും പരിശുദ്ധാത്മാവിനാലും ഞങ്ങളെല്ലാവരെയും നിറയ്ക്കണമേ. ഈശോയെ സ്തുതി, ഈശോയെ നന്ദി, ഈശോയെ ആരാധന. തിരുവോസ്തിയിൽ ഞങ്ങളുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്ന അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് എപ്പോഴും ആവശ്യമാണ്. നമ്മളെ അനുഗ്രഹിക്കാൻ അവൻ എപ്പോഴും തയ്യാറാണ്. നമ്മുടെ ഹൃദയത്തിലെ എല്ലാ നല്ല പ്രാർത്ഥനകളെയും നല്ല ആഗ്രഹങ്ങളെയും ഹൃദയത്തിൻ്റെ എല്ലാ ആശകളെയും സ്വരുക്കൂട്ടി അവൻ്റെ പാദങ്ങളിൽ വെച്ച് നീ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരീ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ,